NH66 വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെങ്ങളം മുതൽ വേങ്ങേരി വരെയുള്ള പ്രധാന ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക, കൂടെ ലൈക്കും നൽകുക. വെങ്ങളത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു പാലത്തിലും ഗർഡറുകൾ മൊത്തം വെച്ചിട്ടുണ്ട്. ആദ്യ പാലം കോൺക്രീറ്റും പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ പാലത്തിൽ കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് ബൈപ്പാസിൽ ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലെ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ ഇവിടെ വെങ്ങളം ജംഗ്ഷനിലാണ്. വെങ്ങളം കഴിഞ്ഞതിന് ശേഷം കോരപ്പേ പാലം വരെയുള്ള ഭാഗമാണിത്. ഇവിടെ ഫുൾ 6 വരിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കോരപ്പേ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. കോരപ്പേ പാലത്തിൽ ഗർഡർ ലോഞ്ച് ഇനി നടക്കേണ്ടതുണ്ട്. ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയ പുഴപ്പാലമാണ്. കൂടുതൽ ഗർഡറുകൾ ലോഞ്ച് ചെയ്യാനുണ്ട് ഇവിടെ. അറപ്പേ പാലത്തിലെ ഗർഡർ വർക്കുകൾ പൂർത്തിയായ ശേഷമായിരിക്കും ഇവിടെ വർക്ക് ആരംഭിക്കുക. കോരപ്പുഴയ്ക്ക് ശേഷം 6 വരി പൂർത്തിയായ ഭാഗങ്ങളാണുള്ളത്. ഒരുപാട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് കേട്ടോ വെങ്ങളം മുതൽ പുറക്കാട്ടിരി വരെയുള്ള പ്രദേശത്ത് റോഡ് നിർമ്മാണം നടന്നിരിക്കുന്നത്. പലോർമല ജംഗ്ഷനാണ്. 6 വരി പൂർത്തിയായിട്ടുണ്ടെങ്കിലും റോഡിന്റെ ഒരു സൈഡ് മാത്രമാണ് ഇവിടെ വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. സർവീസ് റോഡിന്റെ അടക്കം വർക്ക് ഇവിടങ്ങളിൽ നേരത്തെ പൂർത്തിയായിട്ടുള്ളതാണ്. പുറക്കാട്ടിരി പാലം എത്തുന്നതിന് മുന്നേയുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വീതി കൂട്ടുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറക്കാട്ടിരി പാലത്തിൽ ഗർഡർ ലോഞ്ച് പൂർത്തിയായിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ഷീറ്റ് ഇടുന്ന വർക്ക് നടക്കുകയാണ് ഇപ്പോൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് പൂളാടിക്കുന്ന് പാലത്തിന്റെ വർക്കാണ്. രണ്ടാമത്തെ പാലത്തിന്റെ നോർത്ത് സൈഡിലെ വർക്കുകൾ നിലവിലെ റോഡ് മണ്ണെടുത്ത് താഴ്ത്തിയാണ് വർക്ക് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പാലത്തിൽ സെൻട്രൽ ഭാഗം വൈകിയുള്ളിടത്തെല്ലാം ഗർഡർ എല്ലാം വെച്ച് കോൺക്രീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാലത്തിലും പില്ലറുകൾ പൂർത്തിയായ ഭാഗത്ത് ഗർഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്.
പുറക്കാട്ടി പാലം കഴിഞ്ഞ ഉടനെയുള്ള അമ്പലപ്പടി അണ്ടർപാസ് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി പോകുന്നത് വേങ്ങേരിയിലേക്കാണ്. ഇവിടെ ഓവർപാസിന്റെ വർക്ക് രണ്ടാമത്തെ സൈഡിൽ 5 ഗർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മതിൽ കെട്ടുന്ന വർക്കൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ആകെ 15 ഗർഡറുകളാണ് ഈ ഓവർപാസിനുള്ളത്. കോഴിക്കോട് ബാലുശ്ശേരി റോഡ് ഭാവി വികസനം കണ്ടുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ഓവർപാസ് പണിതിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ വർക്കുകൾ വളരെ സ്ലോ ആണ്. ഓവർപാസ് കഴിഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. വേങ്ങേരി മുതൽ ഫ്ലോറിക്കുല ഹിൽസ് അണ്ടർപാസ് വരെയുള്ള ഭാഗത്താണ് ഈ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്.